ആയിരുന്നു വീഡിയോ ഇട്ടിട്ട്. അത് കുറച്ച് ദിവസം പനിയായിരുന്നു, പിന്നെ പരീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഇനി നമ്മൾ വീഡിയോ തുടർച്ചയായി ഇടുന്നതാണ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു മീനെ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫിഷ് ടാങ്ക് കൂടെ കാണിച്ച് കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാം. അപ്പോൾ മച്ചാന്മാരെ, നമുക്ക് ആദ്യം തന്നെ ഈ ബേസിനകത്ത് വെള്ളം നിറച്ച് വെച്ചേക്കുന്നത് എന്തോത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ഗപ്പിയെ മേടിച്ചിട്ടുണ്ട്. ഇത് ഹാഫ് ബ്ലാക്കും അല്ല, ഫുൾ ബ്ലാക്കും അല്ല. അവിടെ എഴുതി വെച്ചിരുന്നത് വേറെ ഒരു പേരാണ്. നിങ്ങൾക്ക് അറിയാവുന്നെങ്കിൽ പറഞ്ഞാൽ ഒരു ബ്ലൂ ഷെയ്ഡൊക്കെ തലയ്ക്ക് വന്നിട്ടുണ്ട്. വാലൊക്കെ ബ്ലാക്കാണ് മച്ചാന്മാരെ. നമുക്കിത് അഴിച്ചു വിടാം. അപ്പോൾ മച്ചാന്മാരെ, നമ്മളിത് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് കാണാം. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ മുറിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട് മീനുകൾ 2. അപ്പോൾ നമുക്ക് അഴിച്ച് വിടാം. ഇത് ഒരെണ്ണം പ്രസവിക്കാറായ ജോഡിയാണ്, നല്ലതാണ്. അപ്പോൾ ഞാൻ ഇറക്കി വിടുവാണ്. ഇതിന് പെയ്യി ഇറക്കി വിടാം. മച്ചാന്മാരെ, ചാടിപ്പോയി മച്ചാന്മാരെ. ആണ് പെണ്ണിനെ ഇറക്കി വിട്ടിട്ടുണ്ട്. നല്ല ചൂടാണ്. ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 രൂപയാണ് ഇതിൻ്റെ വില. നല്ലൊരു എനിക്കിഷ്ടപ്പെട്ടു. എനിക്കിഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. സീൻ ഒരു ഇതാണ്. ഒരു അക്വേറിയത്തിലൊക്കെ ഇട്ടാലേ അതിൻ്റെ ഒരു ഭംഗി നല്ല രീതിയിൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഞാനിത് അതിനകത്തങ്ങ് ഇട്ടയാണ്. പ്രസവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എത്രയും പെട്ടെന്ന്. 2 ഉണ്ട് ഇതിനകത്ത്. പിന്നെ നമുക്ക് വേറെ കാര്യങ്ങളുണ്ട്. നമുക്ക് മൂന്നാമത് വീണ്ടും കുറച്ച് ഗപ്പികൾ പ്രസവിച്ചിരുന്നു. അത് കുറച്ചേ ഉള്ളൂ, 3 എണ്ണേ ഉള്ളൂ. ബാക്കിയെല്ലാം പിടിച്ച് തിന്നിരുന്നു. അതിനെ ഇച്ചിരി ഉള്ളു. നമുക്ക് കാണാൻ ഇച്ചിരി പാടാണ്. പിന്നെ നമുക്ക് കണ്ടേ സെക്കൻഡ് ഒരു ബാഡ്ജ് ഇറങ്ങിയിരുന്നു. കുറച്ച് കൂടുതൽ കുഞ്ഞുങ്ങളുണ്ട് ഇത്തവണ. ഞാനത് പൊക്കി കാണിച്ചിട്ട് ഇത് നമ്മൾ അക്വേറിയത്തിലേക്ക് ആക്കി. ഇത്രയും കുഞ്ഞുങ്ങളാണ്. നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടല്ല, നല്ല രസമാണ്. തീറ്റ കൊടുക്കാതെ എല്ലാം ഒരേ സ്ഥലത്ത് വന്നിരിക്കും. 10-20 എണ്ണത്തിൻ്റെ അടുത്തുണ്ട് മച്ചാന്മാരെ ഇത്. പിന്നെ നമ്മൾ ആദ്യം ജനിച്ച കുട്ടികളെല്ലാം ഞാൻ വേറെ മറ്റേ വലിയ ടാങ്കിലേക്ക് ആക്കിയത് വളർന്നു. നമുക്കപ്പോൾ അങ്ങോട്ട് പോവാം. പോയി കഴിഞ്ഞിട്ട് പോവാം. ഇത് നമ്മൾ ഇതുവരെ വീഡിയോ കാണിച്ചിട്ടില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ടാങ്കിലാണ് കിടക്കുന്നത്. ഇത്രയും വലിയൊരു ഫ്രിഡ്ജോട്ടിക്കകത്താണ് കിടക്കുന്നത്. വെള്ളം നമ്മൾ നല്ല രീതിയിൽ ഹൈറ്റ് നിറച്ചിട്ടുണ്ട്. ഇത്രയും ഹൈറ്റ് നിറച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഏതാ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഇവിടെ തന്നെ ജനിച്ചു വളരുന്നൊരു കുട്ടിയുണ്ട്. കുറേ ഉണ്ട് അത്. അങ്ങനെ കണ്ണ് പിടിക്കാൻ വെള്ളം ക്ലിയർ ആവാത്തതുകൊണ്ട് അത് കണ്ടോ പക്ഷേ മതി. ഇത് നമ്മൾ ഇവിടെ തന്നെ ജനിച്ച് വളർന്ന കുട്ടിയാണ്. ഇല്ലല്ല, അത് കണ്ടോ? ഇല്ലല്ല, അതിൻ്റെ കുഞ്ഞാണ്. ഇനി നമ്മുടെ ഇവിടെ 3 എണ്ണം ഗർഭിണിയാണ്. മറ്റേ ആ വലിയതും പിന്നെ അവിടെ ഒരു 2 എണ്ണം ഉണ്ട്, അതും ഗർഭിണിയാണ്. ഇതിനകത്ത് സത്യം പറഞ്ഞാൽ കാണുന്ന കൂട്ടല്ല, തീറ്റിയിടാൻ നേരത്ത് കുറേ മീനുണ്ട്. നമുക്ക് ഈ വീഡിയോക്കകത്ത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. മഴ ആയതുകൊണ്ട് വെട്ടം ക്ലിയർ അല്ല മച്ചാന്മാരെ. അതാണ് മീനെ നമുക്ക് കാണാൻ പറ്റാത്തത്. ഒരു 2-3 നമ്മൾ അടുത്ത വീഡിയോയിൽ ഫിഷിന് തീറ്റി ഇടുന്ന സമയം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാം ചാടി മണ്ടക്കോട്ടെത്തും. ഈ വീഡിയോക്കകത്ത് കണ്ണൂട്ടല്ല, അവിടെ ഒക്കെ മീൻ നിൽക്കുവാണ്. ആ കാണുന്നത് ഒരു സൂപ്പർ കളറുള്ളൊരു നല്ല വിലയുള്ള മീനാണത്. അടുത്തത് ബ്രീഡായി കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോ ഇടുന്നതാണ്. അതിനെക്കുറിച്ചുള്ള എല്ലാ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. ഇത്രയും മീനുകൾ അടിയിലേക്കുണ്ട്. അത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റത്തില്ല.
വെള്ളം കുറച്ച് ദിവസം മുമ്പ് ഒഴിച്ചുള്ളൂ. അത് ക്ലിയറായി കുറച്ച് ദിവസം എടുക്കും ക്ലിയറായി വരാൻ. അപ്പോൾ അവിടെയൊക്കെ മീനുണ്ട്. വലിയ 3 ഗർഭിണികളുണ്ട്. അത് 3 അടിയിലാണ്. ഇവിടെ ഫോണിൽ ക്ലിയർ ആകത്തില്ല, എന്നാലും യഥാർത്ഥത്തിൽ കാണുമ്പോൾ നമുക്ക് അത്യാവശ്യം ക്ലിയർ ആയിട്ട് കാണാം. ഇവിടെയൊക്കെ മീനുണ്ട്. ക്ലിയർ ആവത്തില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ അത്യാവശ്യം ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. അവിടെ കൂടെ ഒരു വിക്കർ പോകുന്നുണ്ട്. ഇവിടാണ് കൂടുതലും മീൻ വന്ന് നിൽക്കുന്ന സ്ഥലം. അവിടെ അതൊരു ഗർഭിണി കപ്പിയാണ്. ഇതിലേക്കൂടെ ഒരെണ്ണം പോയി. ഒരു ബിഗറാണ് ആ പോകുന്നത്. നമ്മളിതെല്ലാം ബ്രീഡായി കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വീഡിയോ ഇടുന്നതാണ്. നാളെ നമ്മൾ ഫീഡ് ചെയ്യുന്നൊരു ചെറിയൊരു വീഡിയോ നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ മച്ചാന്മാർ നമ്മൾ ഇതേ കൂട്ടത്തെ നല്ല ഗപ്പികളെ നമ്മൾ മേടിക്കുന്നതാണ്. വേറെ വീഡിയോകളിലൊക്കെ നമ്മൾ അത് ഉൾപ്പെടുത്തുന്നതാണ്. ഒരു സൂപ്പർ മീനുകളെ നമ്മൾ മേടിക്കുന്നതാണ്. ഇതേ ടൈപ്പ് ബ്ലൂ മുസ്താക്ക് അങ്ങനത്തെയൊക്കെ മീനുകൾ നമ്മൾ കൊണ്ടുവരുന്നതാണ്. പിന്നെ ഓറഞ്ച് കളറിൽ ഈ ഗപ്പിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ മേടിക്കുന്നുണ്ട്. വരുന്ന വീഡിയോകൾ അത് ഉൾപ്പെടുത്തുന്നതാണ്. അപ്പം നമ്മുടെ വീഡിയോയുടെ എൻഡിലേക്ക് നമ്മൾ എത്താറായിട്ടുണ്ട്.